ഇപ്പോൾ ഈസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല. അത് ബജറ്റിലല്ല പ്രഖ്യാപിക്കുന്നത്. അതായത് ബജറ്റിലല്ല പ്രഖ്യാപിക്കുന്നത്. 2004 100 ദിവസത്തിനുള്ളിൽ അതിൻ്റെ സ്ഥലം തരുന്ന എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞു. കേരളത്തിൽ 3 സ്ഥലം കണ്ടെത്തിയിരുന്നു: തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്. പക്ഷേ 3 മന്ത്രിമാരായിരുന്നു. അത് ഏത് കൊടുക്കണമെന്ന് തീരുമാനിച്ചു വന്നപ്പോഴത്തേക്കും 100 ദിവസം കഴിഞ്ഞു പോയി. ബാക്കി 5 സ്റ്റേറ്റുകൾക്ക് കിട്ടി. ഇനി അതിൻ്റെ പ്രയോറിറ്റി, അതായത് സ്റ്റേറ്റ് സർക്കാർ പ്രക്രിയ പൂർത്തിയാക്കി കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സീനിയോറിറ്റി അനുസരിച്ച് കൊടുക്കും. നമസ്കാരം. കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ ബജറ്റിനെ കുറിച്ചുള്ള പ്രതികരണമാണ് കേട്ടത്. ഇദ്ദേഹം കേരളത്തിൽ നിന്ന് തന്നെയാണോ അങ്ങോട്ടേക്ക് പോയത്? ഇപ്പോൾ കേരളത്തെ മറന്നുപോയതാണോ? ശ്രീ ജോർജ് കുര്യൻ നമ്മുടെ സുഹൃത്താണെങ്കിലും ഇത്തരത്തിൽ പ്രതികരിച്ചത് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയായി കാണാത്ത ബഡ്ജറ്റാണ് ഇന്ന് നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. 14 ആവശ്യങ്ങൾ ഉന്നയിച്ച കേരളത്തിന് ഒന്നുമില്ല. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ബീഹാറിന് വാരിക്കോരി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വട്ടപൂജ്യം, കർഷകർക്ക് ആശ്വാസമില്ല, കയ്യടി വാങ്ങാൻ ആദായ നികുതി പരിധിയിൽ ഇളവ്, പക്ഷേ സാധാരണക്കാരൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഒന്നുമില്ല, വാങ്ങൽ ശേഷി കൂട്ടാൻ പരിപാടികളില്ല, ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിലും വെട്ടിക്കുറവ്, തീരദേശവും മലയോരവും ഒരുപോലെ തഴയപ്പെടുമ്പോൾ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ തൃണവൽഗണിച്ച് 1.25 മണിക്കൂറിൽ ചടങ്ങ് തീർത്ത് നിർമ്മലാ സീതാരാമൻ. 8ാം തവണയും തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചിട്ടും എട്ടും പൊട്ടും തിരിയാത്ത ബഡ്ജറ്റ് എന്ന അപഖ്യാതി മാത്രം ബാക്കി. കേരളത്തിൻ്റെ മികവ് സാമ്പത്തിക റിപ്പോർട്ടിൽ എടുത്തു പറയുമ്പോഴും ബഡ്ജറ്റിൽ കേരളത്തിനൊന്നുമില്ല. തിരുക്കുറൾ പാടുമ്പോഴും തിരുക്കരൾ അലിവില്ലേ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് ലോക്സഭാ അംഗം കെ രാധാകൃഷ്ണൻ. 8:30 മണിക്ക് ശേഷം CPIMന് വേണ്ടി അഡ്വക്കേറ്റ് KS അരുൺകുമാർ ചർച്ചയിൽ ചേരും. സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ്, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, വലത് സഹയാത്രികൻ ഷാബു പ്രസാദ് എന്നിവർ. ഏറ്റവും ആദ്യം കെ രാധാകൃഷ്ണൻ MP-യിലേക്കാണ് പോകുന്നത്. ശ്രീ കെ രാധാകൃഷ്ണൻ, കുറഞ്ഞുപോയി എന്നല്ല, ഒന്നുമില്ല കേരളത്തിന്. കേരളം കൈവരിച്ച നേട്ടം മാതൃകയാണെന്ന് സാമ്പത്തിക റിപ്പോർട്ടിലൊക്കെ പറയുമ്പോഴും ഇതാണ് അവസ്ഥ. ബജറ്റിലെ ഈ ഒരു സമീപനം എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്? ബജറ്റ് പൂർണ്ണമായിട്ടും കേരളത്തെ അവഗണിച്ചു എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമായി. കേരളം പലവട്ടങ്ങൾ ആയി കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനും ഈ ബഡ്ജറ്റ് മറുപടി നൽകുന്നില്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായിട്ടും കേരളത്തെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ബഡ്ജറ്റിൽ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളം മുന്നോട്ട് പോയി എന്നുള്ളതാണിപ്പോൾ ഒരു കുറ്റമായിട്ട് കാണുന്നത്. കേരളം എല്ലാ രംഗത്തും മോഡലാണ് എന്ന് നമ്മൾ പറയുന്നത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ വന്നത്. തീർച്ചയായിട്ടും ആ മുന്നോട്ട് പോക്ക് നമ്മളെ സാമ്പത്തികമായിട്ട്
തകർത്തുകൊണ്ട് പിന്നോട്ടടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് ഇന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരളം പല പ്രാവശ്യം ആവശ്യപ്പെട്ടുള്ളതാണ്, സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ എം പിമാരെയും വിളിച്ചു ചേർത്ത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഒരുമിച്ച് നിന്ന് നേടിയെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റ് സമയത്ത് തന്നെ ജൂലൈയിലെ ബഡ്ജറ്റിൽ തന്നെ കേരളത്തിൻ്റേതായിട്ടുള്ള ആവശ്യം കേരളത്തിലെ എം പിമാരും അതുപോലെ കേരള ഗവൺമെൻറ്റും മുന്നോട്ട് വച്ചിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയെയും കണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അവർ മുന്നിൽ സമർപ്പിച്ചിരുന്നു. അതുകൂടാതെയാണ് കേരളത്തിലെ മുഴുവൻ എം പിമാരെന്ന് പറയാൻ കഴിയില്ല, BJP ഒഴികെയുള്ള മുഴുവൻ എം പിമാരും കേന്ദ്ര ഗവൺമെൻറ്റിൽ കേരളം സമർപ്പിച്ച 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ധനകാര്യമന്ത്രിക്ക് തന്നെ നേരിട്ട് നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അതിനോടൊന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഈ ബഡ്ജറ്റിൽ കണ്ടില്ല എന്നാണ്. നമ്മൾ പ്രധാനമായിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് നമ്മുടെ അടുത്ത കാലത്ത് ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട്ടിലുണ്ടായത്. മുണ്ടക്കൈ ചൂരന്മല ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യവും വലിയ രീതിയിൽ അതിനെ സഹതാപത്തോടും ഒക്കെ തന്നെ നോക്കിക്കണ്ടതാണ്. പ്രധാനമന്ത്രി തന്നെ ആ സ്ഥലം സന്ദർശിക്കുകയും അവിടുത്തെ ദുരിതം നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്ത കേന്ദ്രമന്ത്രിമാർ വന്നു, ഉന്നത ഉദ്യോഗസ്ഥന്മാർ വന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിന് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായത്. സംസ്ഥാന ഗവൺമെൻറ് ആവുന്നത്ര സഹായങ്ങൾ ആ പ്രദേശത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അല്ല, അതാണ് പ്രശ്നം കെ രാധാകൃഷ്ണൻ. ഇപ്പോൾ ഇന്ന് ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് അതാണ്. എല്ലാം ഉണ്ട് കേരളത്തിൽ, ഇതൊക്കെ സംഭവിക്കുമ്പോഴും കേരളത്തിലൊരു പ്രശ്നവുമില്ല, കേരളത്തിലെല്ലാം നടക്കുന്നു, വിദ്യാഭ്യാസത്തിൽ മുമ്പിലാണ്, റോഡുണ്ട്, ഇതൊന്നും ഇല്ല എന്ന് പറയൂ, തരും എന്നാണ് പറയുന്നത്. ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കേരളം തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണത്. കേരളം മുന്നോട്ട് പോവുകയാണ്, എല്ലാ രംഗത്തും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ടാണ് ലോകവും നമ്മുടെ രാജ്യമൊക്കെ തന്നെ കാണുന്നത്. അപ്പോൾ കൂടുതൽ തകർക്കാൻ എന്താണ് വഴി എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കാം ഇത്തരം ആലോചനകളും ഇത്തരം പറച്ചിലുകൾക്കും ഉണ്ടാകുന്നത്. കേന്ദ്രത്തെ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യിക്കാൻ വേണ്ടിയായിരിക്കണം മന്ത്രിമാർ അവിടെ പ്രവർത്തിക്കുന്നത്. അതൊന്നും വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചത് തീർച്ചയായും കേരളത്തോടുള്ള അവഹേളനമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കേരളം ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വക്താവിനും കഴിയില്ല. ന്യായമായ ആവശ്യങ്ങളും അർഹതപ്പെട്ടതുമാണ് കേരളം ചോദിക്കുന്നത്. ആ 24,000 കോടി രൂപയുടെ ആവശ്യം ഉന്നയിച്ചത് വെറുതെ 24,000 കോടി തരണമെന്ന് പറയില്ല. ഓരോ സെക്ടറിലും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ് കൃത്യതയോടുകൂടി തന്നെയാണ് കേന്ദ്രത്തെ ധരിപ്പിക്കുകയും ഡിമാൻഡ് ചെയ്യുകയും ചെയ്തത്. അപ്പം അത് തരുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. എന്നാൽ ചില സംസ്ഥാനങ്ങളോട് പ്രത്യേക മമത കാണിക്കുന്നുമുണ്ട്. ജൂലൈയിലെ ബഡ്ജറ്റിൽ അന്ന് ബീഹാറിനോടും ആന്ധ്രാപ്രദേശിനുമാണ് പ്രത്യേക പരിഗണന കൊടുത്തത്. എന്നാൽ ഇത്തവണ ആന്ധ്രാപ്രദേശിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. ബീഹാറിന് മാത്രമാണ് പ്രത്യേകമായിട്ട് പാക്കേജുകൾ കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് നടക്കുന്നത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞാൽ ആസാമിലെയും പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മിഡിൽ ക്ലാസ്സിനെ കയ്യിലെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാം. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും പലതരത്തിലുള്ള ദുരിതങ്ങളിൽ പെട്ടുകിടക്കുകയാണ്. പ്രധാനമായിട്ടും ഇവിടെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഹാങ്കർ ഇൻഡെക്സ് എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അസമത്വങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് മറ്റൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കണക്കുകളും കൃത്യമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പോൾ ചെറിയ ന്യൂനപക്ഷത്തെ തൃപ്തിപ്പെടുത്തി
ജനങ്ങളെ ഭിന്നിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നയം ഈ ബഡ്ജറ്റിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. വരാം ശ്രീ കെ രാധാകൃഷ്ണൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. നമ്മുടെ നാടിന് യാതൊരു ഗുണവും ചെയ്യുന്നില്ല. മറ്റതിഥികളിലെ കൂടി ഒന്ന് ഞാൻ പോയിട്ട് ഇതിനോട് പ്രതികരണം വേണമല്ലോ, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ ശ്രീ കെ രാധാകൃഷ്ണൻ MP ചൂണ്ടിക്കാട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കേരളം മുന്നോട്ട് പോയതാണോ കുറ്റം ആയി കാണുന്നത്? വയനാട് എന്തെങ്കിലുമൊക്കെ കിട്ടും ന്യായമായുമെന്ന് കരുതിയ ഒരു കാര്യമാണ്. ഇനി കേരളത്തോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൂടി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് കണ്ടുപോയൊരു പ്രദേശമാണല്ലോ. അപ്പോൾ അതിന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയതാണ്. അതിനുമില്ല. കേരളം കൂടുതൽ തകർന്ന് കാണണം എന്നാഗ്രഹിക്കുന്നവരാണോ ഇവിടെ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ പോയി ഇരിക്കുന്നത്? അതായത് ശരി, ഇവിടെ കേരളത്തിനൊന്നും കൊടുത്തില്ല എന്ന് പറയുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ ഇവിടെ ഒന്നും കിട്ടിയില്ലേ എന്ന് പറയുന്നു. ശരി, ഇപ്പം ഈ ബജറ്റിന്റെ അകത്ത് പരാമർശിച്ച ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാർ മാത്രമാണ്. BJP ഭരിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങൾ, ഇവിടുത്തെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് BJP-യാണ്. BJP-യും NDA-യുമാണ്. അതിൽ ബാക്കി എന്താ ഒരു സംസ്ഥാനങ്ങളെ പറ്റിയും പറഞ്ഞില്ല. BJP ഭരിക്കുന്ന ഗുജറാത്തിലൊന്നുമില്ല. നിങ്ങളുടെ ഈ ഒരു കണക്കനുസരിച്ച് ഗുജറാത്തിനില്ല, മധ്യപ്രദേശിനില്ല, ഉത്തർപ്രദേശിനില്ല, ഉത്തരാഖണ്ഡിനില്ല, ഒറീസയ്ക്കില്ല, ഈ പറഞ്ഞ അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു ആന്ധ്രാപ്രദേശിനില്ല, തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടിനില്ല, കർണാടകയ്ക്കില്ല. ഈ സംസ്ഥാനങ്ങൾ ഏതെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വിടും. BJP പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ. അല്ല, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്നുള്ളതല്ല, BJPക്ക് ഏതെങ്കിലും തരത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ബീഹാറിനെ മാത്രം ഉപയോഗപ്പെടുത്തി ബീഹാറിൻ്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാം ബീഹാറിന് വാരിക്കോരി കൊടുക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റ്. ഇത് ബീഹാറിൻ്റെ സംസ്ഥാന ബഡ്ജറ്റ് പോലെയുണ്ട്. ശരി, അപ്പം ഏതെങ്കിലും പറഞ്ഞോളൂ ഷാബു പ്രസാദ്. ശ്രീ ഷാബു പ്രസാദ്, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ സൂം റേഞ്ച് ഇഷ്യൂ ഉണ്ടെങ്കിൽ. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ബഡ്ജറ്റിൽ അല്ല ഇതൊന്നും പറയേണ്ടത് എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി പറയുന്നത്. ഈ വയനാടിനെ കുറിച്ച് പറയേണ്ടത് ബഡ്ജറ്റിലല്ല അത്രേ. കേരളത്തിന് പ്രത്യേക പാക്കേജ് കൊടുക്കണമെങ്കിൽ അത് പറയേണ്ടത് ബഡ്ജറ്റിലല്ല അത്രേ. ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ബഡ്ജറ്റ് ഇങ്ങനെ ചില കാര്യങ്ങൾ ഒഴിവാക്കി അവതരിപ്പിക്കുന്ന ഒരു സാമ്പത്തിക രേഖയാണോ? അല്ല, ബഡ്ജറ്റിലല്ല ഇത് പറയേണ്ടതെന്ന് പറയുമ്പോൾ അങ്ങനെ ആ വാദം നമുക്ക് മുകളിലേക്ക് എടുക്കുമ്പോൾ ആ കാര്യം തന്നെയല്ലേ ബീഹാറിൻ്റെ കാര്യം ഈ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. 2024 ജൂലൈയിലെ ബഡ്ജറ്റിൽ ബീഹാറിൻ്റെ കാര്യവും ആന്ധ്രാപ്രദേശിൻ്റെ കാര്യവും പറഞ്ഞത് എങ്ങനെയാണ്? അപ്പോൾ ബഡ്ജറ്റിൽ ചില സ്റ്റേറ്റുകളുടെ കാര്യം പറയാം, മറ്റ് ചില സ്റ്റേറ്റുകളുടെ കാര്യം പറയാൻ പാടില്ല എന്ന് പറയുന്നൊരു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ലൈനിനെ കുറിച്ച് നമുക്ക് ആ മന്ത്രിയുടെ പ്രതികരണത്തെക്കുറിച്ച് എന്താ നമ്മൾ പറയേണ്ടത്? പറയാൻ വാക്കുകൾ തന്നെ നമുക്കില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് അപഹാസ്യമായിട്ടൊരു നിലപാടാണ് അദ്ദേഹം ആ പ്രതികരണത്തിലൂടെ നടത്തിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ബഡ്ജറ്റിൽ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് എന്നുള്ള നിലയിലാണ് കാണുന്നതെങ്കിൽ ഒരു സംസ്ഥാനത്തിന് പ്രത്യേകമായി ചില കാര്യങ്ങൾ വരിക, അത് ഒട്ടേറെ കാര്യങ്ങൾ, വിമാനത്താവളം മുതൽ അതുപോലെ പ്രത്യേകമായിട്ട് അവിടുത്തെ ഒരു താമരയുടെ വിത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ബോർഡ് രൂപീകരിക്കുക, അങ്ങനെ ഒട്ടനവധി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളും മറ്റു കാര്യങ്ങളും. ഇപ്പോൾ ഒരു തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ടൂറിസം സർക്യൂട്ടിലെ തീർത്ഥാടന ടൂറിസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യം പോലും ബുദ്ധവിഹാരങ്ങൾ, ബുദ്ധ മതകേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അത് കൂടുതലുള്ളത് ഇന്ത്യയിൽ ബീഹാറിലാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി ഒരു സംസ്ഥാനത്തെ വേണ്ടി ചെയ്യുന്നു. എന്നിട്ട് ന്യായമായൊരു ആവശ്യം ചോദിച്ചത് അത് ബഡ്ജറ്റിലല്ല പറയേണ്ടതെങ്കിൽ നേരത്തെ ചെയ്യണമായിരുന്നു. ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടിട്ടും ഗവൺമെൻറ് എല്ലാ രീതിയിലും കേന്ദ്ര സർക്കാരിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ചെന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവുന്നില്ല. ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കേണ്ടെങ്കിൽ വേണ്ട, അല്ല ബഡ്ജറ്റിൽ ഇല്ലെങ്കിൽ അത് ശരി, അത് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. പക്ഷെ കേരളത്തിൽ നിന്ന് ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ പ്രവർത്തിച്ച് കേന്ദ്രത്തിൽ പോയി
മന്ത്രിയായിരിക്കുന്ന ഒരാളാണ് ഒരു സുപ്രഭാതത്തിൽ കേരളം ഇങ്ങനെ ചോദിച്ചതിനെ ഈ രീതിയിൽ അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതും. ഇതൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നാട്. ഇത് എന്ത് തരം പ്രതികരണമാണെന്ന് ചോദിക്കാൻ പോലും സാമ്പത്തിക വിദഗ്ധരോ നിരീക്ഷകരോ ഒന്നുമില്ല ഇവിടെ. അതാരും തയ്യാറാവില്ല, അതിനൊരു സംശയവും വേണ്ട. കാരണം ഈ സാമ്പത്തിക വിദഗ്ധർ അങ്ങനെയെന്നൊക്കെ പറയുന്ന ആളുകൾ ഈ വലതുപക്ഷ ചിന്താഗതിയുടെ തീവ്ര വലതുപക്ഷ നിലപാടുകളുടെ പെട്ടിപ്പാട്ടുകാരായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെയോ സമീപനങ്ങളെയോ പിണക്കിക്കൊണ്ട് അവരുമായിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന സമീപനത്തിലേക്ക് പോകാൻ ഈ സംസ്ഥാനത്തിനകത്തെ ഇത്തരത്തിലുള്ള ഭിക്ഷാന്തേഹികൾ എന്ന് തന്നെ പറയാവുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ പ്രതികരണത്തിലൊന്നും വലിയ വിലയൊന്നും നമ്മൾ കൊടുക്കണ്ട, അത്തരം പ്രതികരണങ്ങൾ. പക്ഷേ ഇവിടെ ജനങ്ങളാണ് ഇവിടെ പ്രതികരിക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ 24,000 കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കാൻ പറ്റില്ല, അതിന് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്, കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ ന്യായമായൊരാവശ്യം, ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് സമീപകാലത്ത് ഏറ്റവും വലിയ മനുഷ്യജീവനുകൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാകെ ഇല്ലാതായി പോയിട്ടുള്ള ഒരു മഹാദുരന്തത്തെ അവിടെ വന്ന് പ്രധാനമന്ത്രി തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വന്നു കണ്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി പോയിട്ട് നാളിതുവരെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുക, എന്നിട്ട് ബഡ്ജറ്റിലല്ല പ്രഖ്യാപിക്കേണ്ടതെന്ന്. ശരി ജോർജ് ജോസഫ്, ഞാൻ വരാം. ഷാബു പ്രസാദ്, താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ ആ റേഞ്ച് പോയത് കൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് ഒന്നുകൂടി വന്നിട്ട് കെ രാധാകൃഷ്ണനിലേക്ക് പോവാം. ഈ പറയുന്ന ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് എന്നുള്ളതിന് കാരണം അവിടെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, BJPക്ക് താല്പര്യമുണ്ട്, ഘടകകക്ഷികൾ BJPയോടൊപ്പമുള്ള NDAയിലെ ഘടകകക്ഷികൾ ഉള്ള സംസ്ഥാനമാണ്, കൂടുതൽ പ്രതീക്ഷകൾ തെരഞ്ഞെടുപ്പിൽ വയ്ക്കുന്ന BJPയുടെ ഒരു സംസ്ഥാനമാണ്. അത് അവിടെ കാണുന്നുണ്ട്, അതവിടെ നിന്നോട്ടെ. പക്ഷേ നമ്മുടെ കേന്ദ്രമന്ത്രിമാർ അവിടെ പോയിട്ട് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. അത് എന്ത് തരം വികാരമാണ്? പ്രധാനമന്ത്രിക്ക് ഇതുവരെ ആ വയനാട്ടിൽ പോയി കണ്ടതിൻ്റെ ആ കണ്ണുനീര് ഇതുവരെ ഉണങ്ങിയിട്ടുണ്ടാവില്ലല്ലോ. അദ്ദേഹത്തിന് ഒന്ന് പറയാമായിരുന്നില്ലേ ഈ ബഡ്ജറ്റിൽ ഇത് കൊണ്ടുവരണം, ഇത് ബഡ്ജറ്റിൽ പറയേണ്ട കാര്യം തന്നെയാണ് എന്ന്? ജോർജ് കുര്യന് തെറ്റുപറ്റിയത് മനസ്സിലാക്കാം. ഇപ്പം ഇവിടെ ബീഹാറിൽ ഈ 2025 ഒക്ടോബറിലാണ് തെരഞ്ഞെടുപ്പ് വരാൻ. അതായത് ഇനിയും 10 മാസം കിടക്കും. 10 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഈ ഫെബ്രുവരി 1-ാം തീയതി അവതരിപ്പിക്കുന്ന ബജറ്റിന്റെ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് 10 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന ജനവിധിയെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അതായത് അതിൻ്റെ അകത്ത് എത്രമാത്രം ലോജിക്കുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്കും മനസ്സിലാകും. എനിക്ക് എത്ര പറയാനുണ്ട്. പിന്നെ ബീഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ അതൊരു പിന്നോക്ക സംസ്ഥാനമാണത്, ഒരു പിന്നോക്ക സ്റ്റാറ്റസ് ഉള്ള സംസ്ഥാനമാണ്. അവർക്ക് അതിൻ്റെതായ സ്പെഷ്യൽ എയ്ഡും അല്ലെങ്കിൽ അങ്ങനെയുള്ള പാക്കേജുകളും ആന്ധ്രാപ്രദേശും പലരും പിന്നോട്ടായില്ല എന്നതാണോ കേരളത്തിന്റെ പോരായ്മ? അല്ല, ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 2 മക്കളുണ്ട് അല്ലെങ്കിൽ 3 മക്കളുണ്ട്. ഒരാൾ നല്ല സാമ്പത്തിക സ്ഥിതിയിലാണുള്ളത്, മറ്റേയാൾക്ക് കുറവാണ് അല്ലെങ്കിൽ മോശമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മോശമായിട്ട് നിൽക്കുന്ന ആളിനെ മൂത്ത സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിലുള്ളവർ കൂടുതൽ സഹായിക്കും. അതേപോലെ അച്ഛനും അമ്മയൊക്കെ കൂടുതൽ സഹായിക്കും. വീടിന്റെ ഭരണം നടത്തുന്നത് ഇന്ത്യയിലെ ഇന്ത്യൻ ഭരണഘടന ഉപയോഗിച്ചിട്ടല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ ചില കാര്യങ്ങളുണ്ട്. സ്റ്റേറ്റുകളും ഇന്ത്യൻ യൂണിയനും എങ്ങനെ പെരുമാറണം എന്നുള്ളത് അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. ആ ഒരു ചിന്തയൊന്നുമില്ല. എല്ലാം വീട് പോലെ, എല്ലാം നമ്മുടെ ഒരു ഭാരതീയത അതിൽ കൊണ്ടുവരിക, ഇതാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ഇതൊരു ഭാരതം എന്ന് പറയുന്നത് വലിയൊരു വീടാണ്, വലിയൊരു കുടുംബം തന്നെയാണ്. അതിൻ്റെ അകത്ത് മുൻപിൽ നിൽക്കുന്നവർക്ക് പിന്നിൽ നിൽക്കുന്നവരെ സഹായിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട്. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. അല്ല, അങ്ങനെയാണെങ്കിൽ ആ അനുവാദം മുഴുവൻ കേരളത്തിൽ കൊടുത്താൽ കേരളം കാണിച്ചു കൊടുക്കും രാജ്യം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അതൊന്നും വയ്യല്ലോ. നിങ്ങൾക്ക് കേരളം കിട്ടണം, കേരളം കയ്യിൽ കിട്ടണം. അതിനുവേണ്ടി കേരളത്തെ ഞെരുക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നല്ല അങ്ങനെ എന്റെ ലാല് അങ്ങനെ നിങ്ങളെ എന്തായാലും എനിക്ക് ഈ കൈരളിയുടെയും നിങ്ങളുടെയൊക്കെ കരച്ചിൽ കാണാൻ നല്ല രസവും. കരയും.
സൈഡിൽ ഇരുന്ന് മൂങ്ങുന്ന കൈരളി കാണുന്ന കരയുന്നത് അതായത് ഇപ്പൊ കേരളം പറഞ്ഞു കഴിഞ്ഞാൽ കരയുമ്പോഴാണ് സാർ. കേരളത്തിലെ ജനങ്ങൾ പാവപ്പെട്ടവർ കരയുമ്പോഴാണ് കൈരളിയുടെ കരച്ചിൽ വരുന്നത്. നിങ്ങൾക്ക് കേരളീയർ കരയുന്നത് കാണാൻ വലിയ രസമാണ്. കേരളീയർ കഷ്ടപ്പെട്ട് പലതിനും മുമ്പിലെത്തുമ്പോ, വിദ്യാഭ്യാസത്തിൽ മുമ്പിലെത്തുമ്പോ, ആരോഗ്യത്തിൽ മുമ്പിലെത്തുമ്പോ, ഇവിടെ ഓരോ കാര്യത്തിലും മുമ്പിലേക്ക് എത്തുമ്പോ, ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ, റോഡുകളുടെ കാര്യത്തിൽ മുമ്പിലെത്തുമ്പോ നിങ്ങൾക്ക് ആ കരച്ചിലും ആ പിടച്ചിലും കണ്ട് രസിക്കണം. അവരിങ്ങനെ കഷ്ടപ്പെട്ട് പോകുന്നത് കാണുമ്പോൾ അതങ്ങ് പോകട്ടെ എന്നാണ്. കാരണം നിങ്ങളിവിടെ കയറ്റില്ല. നിങ്ങൾക്കിവിടെ വല്ലാത്ത ഒരു ഐത്തം കൽപ്പിച്ചിട്ടുണ്ട് ജനം നിങ്ങളുടെ മനസ്സിൽ. ഇപ്പോൾ ഇതുകൊണ്ടാണ് ഈ രീതിയിലായതുകൊണ്ട്. അതല്ലേ സാർ സത്യം? ഇനി ഞാൻ പറയട്ടെ, കേരളമൊക്കെ ആരോഗ്യത്തിലൊക്കെ ഇത്ര മുമ്പിലാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ ചികിത്സ ഇതിന് ജലദോഷത്തിന് ചികിത്സിക്കാൻ അമേരിക്കയിൽ പോകണ്ടാത്തൊരു അവസ്ഥയെങ്കിലും നിങ്ങളൊന്നും ഉണ്ടാക്കും. പിന്നെ കേരളത്തിൽ ഇങ്ങോട്ട് നിങ്ങളെ കയറ്റുന്നില്ല, കേരളത്തിൽ നിങ്ങളെ ഇങ്ങോട്ട് കയറ്റുന്നില്ല. അത് കഴിഞ്ഞ തവണത്തെ ഇലക്ഷനെ കണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട കെ രാധാകൃഷ്ണൻ മാത്രമാണ് നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയത്. നിങ്ങളുടെ ഈ കണ്ണുനീര് അല്ല, നിങ്ങളും ബി ജെ പി ഒരേപോലെയാണ് കേരളത്തിൽ നിന്ന്. അല്ലാതെ പറഞ്ഞത് തെറ്റിപ്പോയതുകൊണ്ട് ഇനിയിപ്പോ അങ്ങനെ പറയണ്ട. കെ രാധാകൃഷ്ണൻ മാത്രമാണ് ഇവിടെ, ബാക്കിയെല്ലാം ഞങ്ങളുടെ ആളുകളാണ് എന്ന് നിങ്ങളൊരു സ്വന്തം വിശ്വാസം പോലെ പറയുന്നത് കേട്ടുകൊണ്ടാണ്. ഞാൻ വരാം ആ രാഷ്ട്രീയത്തിന് മറുപടി കെ രാധാകൃഷ്ണൻ പറയട്ടെ. ശ്രീ കെ രാധാകൃഷ്ണൻ, ഇതാണ് ബി ജെ പിയുടെ പ്രതികരണം. നിങ്ങൾ കേരളത്തിനൊന്നും കിട്ടാൻ പോകുന്നില്ല. കേരളത്തിന് ഇത് മതി. കേരളം ഒരു കുടുംബം എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് അദ്ദേഹം ഉപദേശിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം വ്യക്തമല്ലേ ബി ജെ പിയുടെ ലക്ഷ്യം എന്താണ് എന്ന്? തീർച്ചയായിട്ടും ശ്രീ ഷാഹു പ്രസാദ് ഇവിടെ സൂചിപ്പിച്ചത് ഒരു കുടുംബത്തിനെ ഉപമിച്ചുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന കുടുംബത്തിലെ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണല്ലോ വയനാട്ടിലുണ്ടായത്. അങ്ങനെ ദുരന്തമുണ്ടാകുന്ന ആളുകളെ ആണല്ലോ ആദ്യം സഹായിക്കേണ്ടത്. അങ്ങനെ ഒരു സഹായം കാണിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. മറ്റൊരു കാര്യം, നമ്മുടെ കേരളം എല്ലാ രംഗത്തും മുന്നോട്ട് വന്നതാണ് കേരളത്തിന് വിഹിതം കുറഞ്ഞു പോകുന്നതിന് കാരണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കേരളം മുന്നോട്ട് വന്നത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ അതിജീവിച്ച് മുന്നോട്ട് വരുന്ന കേരളത്തെ സഹായിക്കുക, മുന്നോട്ട് നയിക്കുക എന്നുള്ള നിലപാടല്ലേ നമ്മുടെ രാജ്യം സ്വീകരിക്കേണ്ടത്. അതിന് പകരമായിട്ട് കേരളത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിലപാടുകളായിട്ട് പോകുമ്പോൾ അതിനെ നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ച പോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടത്. 3.5 കോടി മലയാളികളെയും അപമാനിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് കേന്ദ്ര ഗവൺമെൻറ് കാലമത്രയും സ്വീകരിച്ചു പോരുന്നത്. തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരണം. നമ്മുടെ കേരളത്തിലെ കർഷകരെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടത് തെറ്റായ കാര്യമല്ലല്ലോ. കേരളത്തിലെ റബ്ബർ കർഷകരെ സഹായിക്കണം, കാർഷിക മേഖലയെ സഹായിക്കണം. അല്ലെങ്കിൽ വികസന രംഗത്ത് നമുക്കറിയാം ഇൻ്റർനാഷണൽ പോർട്ട് നമ്മുടെ കേരളത്തിൽ വിഴിഞ്ഞത്ത് വളർന്നു വരികയാണ്. ആ പോർട്ടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സഹായം വേണം എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും ചോദിക്കുന്നില്ല. അത് രാജ്യത്തിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോർട്ടായിട്ട് വളരുകയില്ലേ. 5000 കോടി രൂപ വേണമെന്ന് കാര്യകാരണ സഹിതമാണ് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് നിവേദനം സമർപ്പിച്ചത്. അത് തരാൻ തയ്യാറാകുന്നില്ല. കേരളത്തിൻ്റെ റോഡുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ആവുന്നത്ര ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്താൻ വേണ്ടി കടം മേടിച്ചിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ കടം മേടിക്കാനുള്ള അനുവാദമെങ്കിലും തരാൻ വേണ്ടി തയ്യാറാകണ്ടേ? അറിയാം, GDP-യുടെ 3% കടം മേടിക്കാനുള്ള അവകാശമുള്ള, അതിൽ കൂടുതൽ മേടിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ ദേശീയ പാതകൾക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒന്നും ചെയ്യാത്ത കാര്യം ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സഹായം വേണമെന്ന് പറയുമ്പോൾ അവിടെയും പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഏത് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ഏറ്റവും കൂടുതൽ GST അല്ലെങ്കിൽ നികുതി പിരിച്ചു കൊണ്ടുപോകുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. വെറുതെ തരണ്ട. നമ്മളുടെ കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിക്ക് കോമ്പൻസേഷൻ തരണം എന്നുള്ളത് നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ടുള്ളതാണ്. GST കോമ്പൻസേഷൻ അത് നൽകുന്നില്ല.
അങ്ങനെ ഓരോ രംഗമെടുത്ത് പരിശോധിച്ചാലും നമ്മുടെ കേരളത്തോട് യെസ്, അവഗണനയോ അല്ലെങ്കിൽ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. അതിനെതിരായിക്കൊണ്ട് ശക്തമായ സമരം തന്നെയാണ് ഉയർന്നു വരുന്നത്. ശരി, രാധാകൃഷ്ണൻ വരാം. ഇപ്പോൾ കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, ഇപ്പോൾ ഷാബു പ്രസാദ് BJP പ്രതിനിധി പറഞ്ഞത് നേരത്തെ ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. സാറേ BJP പ്രതിനിധി ഒന്നും പറയല്ലേ? ക്ഷമിക്കണം, BJPയുടെ ഭാഗത്ത് നിന്ന് പറയേണ്ട ചോദ്യങ്ങളെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം BJPയോട് വളരെ ശത്രുതയുള്ള ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത് എന്ന് ഞാൻ പറയണോ? വേണ്ടല്ലോ. വലത് സഹയാത്രികനായ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത് എന്താണെന്നുള്ളത് താങ്കൾ കേട്ട് കാണും. അതിൽ ഇവിടെ കേരളം ഭരിക്കുന്ന CPMന്റെ നേതൃത്വത്തിലുള്ള ഇടത് മുന്നണി സർക്കാർ കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്, മുമ്പിലോട്ട് പോകുന്നുണ്ട്. അതാണ് ഇവിടെ ദോഷകരമായി മാറിയത് എന്ന് ജോർജ് കുര്യൻ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കിട്ടാത്തത്. പിന്നിലാണെന്ന് പറയൂ പലതിലും, എന്നാൽ തരാമെന്ന് പറയുന്നുണ്ട്. കണ്ടല്ലോ, രാധാകൃഷ്ണൻ മാത്രമാണ് കഴിഞ്ഞ തവണ ജയിച്ചത്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതല്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ BJPയുടെ ഈ കേരളത്തോടുള്ള ഈ അവഹേളനത്തിന് ഒപ്പം നിൽക്കുന്നു എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. നിങ്ങൾ അങ്ങനെയാണോ കാണുന്നത്? വസന്ത്, ശരി, വസന്തിലേക്ക് ഞാൻ വരാം. ശ്രീ ഷാബു പ്രസാദ്, നേരത്തെ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് ജനം കേൾക്കുന്നതാണ്. ജനത്തിൻ്റെ പ്രതിഷേധം നിങ്ങൾക്കെതിരായി, നിങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും കേന്ദ്ര സർക്കാരിനെയാണ് ഉദ്ദേശിച്ചത്, ഈ കാര്യത്തെ അനുകൂലിക്കുന്ന, ഈ ബഡ്ജറ്റിനെ അനുകൂലിക്കുന്നവർക്ക് എതിരായി വരുന്ന വികാരമാണ്. കേരളത്തോട് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ഈ അവഗണന, വയനാടിനോട് കാണിക്കുന്ന ഈ അവഗണന, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയോട്, കേരളത്തിൻ്റെ റോഡുകളോട്, ഇതൊക്കെ ഒരു അസൂയയായി പോലെ കണ്ട് പ്രതികരിക്കുന്നവർ എന്ന രീതിയിൽ കേരളം കാണുമ്പോൾ അത് രാഷ്ട്രീയമായി എങ്ങനെയാണ് ഈ BJPക്കും കേന്ദ്ര സർക്കാരിനും ഗുണകരമാകുക കേരളത്തിൽ? എൻ്റെ ലാലെ, വിഴിഞ്ഞത്തെ പണിയൊക്കെ കഴിയാറായി, മുഴുവൻ കഴിഞ്ഞു. അവിടെ ട്രയൽ റൺ നടക്കുകയാണ്, ഉടനെ ഉദ്ഘാടനം നടക്കാൻ പോകും. ഇതൊക്കെ അങ്ങ് ഇവിടുന്ന് നിങ്ങൾ CPM AKG സെൻറ്ററിൽ നിന്ന് കൊടുത്തതുകൊണ്ട് ഉണ്ടാക്കിയതാണോ? ഒന്നുമല്ലല്ലോ. ഇവിടെ കേരളത്തിൽ മുഴുവൻ ഹൈവേ കേരള സർക്കാർ കൊടുത്ത പണമല്ലേ? കേരള സർക്കാർ കൊടുത്ത പണമല്ലേ? അതല്ലേ അതിന്റെ കാര്യത്തിൽ VGFന്റെ കാര്യത്തിൽ കേരളം ചോദിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി എന്താണ്? എന്തൊക്കെ കേരളം ചോദിച്ച ഏതിന്? ഇതിനോ? വയനാടിന്റെ കേസ്, വിഴിഞ്ഞത്തിന്റെ കാര്യം. എന്റെ പൊന്നു സുഹൃത്തെ, ഇത് കേരളത്തിലെന്നല്ല, ഒരു സംസ്ഥാനത്തിനും ആ രീതിയിലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ പരാമർശങ്ങൾ ഇതിലില്ല. കേരളത്തിൽ മാത്രമല്ല. അല്ല, അത് എന്തുകൊണ്ടാണ് ആ പോരായ്മ ഈ ബഡ്ജറ്റിനുണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. ഈ ബഡ്ജറ്റിൽ അത് വരണ്ടേ? ബഡ്ജറ്റിൽ സാമ്പത്തിക രേഖയല്ലേ? ഏത് സാമ്പത്തിക വിദഗ്ധർ ആർക്കറിയാം ഏതൊക്കെയാണെന്ന്? അതൊക്കെ വിട്, അതല്ല പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാത്തിനോടും പുച്ഛമാണ്. സാമ്പത്തിക വിദഗ്ധർ കൊള്ളില്ല, കേരളത്തിൽ ഉള്ള ആളുകൾ പറ്റില്ല, രാഷ്ട്രീയക്കാർ, നിങ്ങൾ BJPക്ക് ഒപ്പമുള്ളവരല്ലാത്തവർ കൊള്ളില്ല. നിങ്ങൾ അർഹിക്കുന്നത് പുച്ഛമാണെങ്കിൽ അത് തന്നെ ഉണ്ടാവും. അതിന്റെ അകത്ത് യാതൊരു സംശയവും. നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ എന്താണോ അർഹിക്കുന്നത്? ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഇന്റൻഷനും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഇന്റൻഷൻ അനുസരിച്ചുള്ള പ്രതികരണവും ആ പ്രതികരണത്തിന്റെ മൂർച്ചയും അതിൻ്റെ അകത്തുണ്ടാവും. സർ, ഈ ചോദിച്ച ചോദ്യത്തിന് താങ്കൾക്ക് എന്ത് കുറവാണ് തോന്നിയത്? ഒരു ബഡ്ജറ്റിൽ രാജ്യത്തിന്റെ മുഴുവൻ കാര്യങ്ങളും മുഴുവൻ പ്രദേശത്തെയും ബാധിക്കുന്ന കാര്യങ്ങൾ വരേണ്ടതാണ്. അതാണ് ബഡ്ജറ്റ്. അത് വരാതെ ഇത് സംസ്ഥാനങ്ങൾ പലതും വന്നില്ല, ബീഹാർ മാത്രം വന്നു എന്ന് പറയുമ്പോൾ അതെന്ത് ന്യായീകരണമാണ് സർ? അത് തന്നെയാണ് പറഞ്ഞത്. അത് ശരിയാണ്, നിങ്ങൾ ഈ പറഞ്ഞ കറക്റ്റാണ്. ഇപ്പോഴത്തെ ഈ അനൗൺസ് ചെയ്തിരിക്കുന്ന ഇൻകം ടാക്സ് റിബേറ്റ് അത് കേരളത്തിന് ബാധകമല്ല, കേരളത്തിലെ ഇൻകം ടാക്സ് ദായകർക്ക് അത് ബാധകമല്ല. അതുപോലെ 25,000 കോടി രൂപയാണ് മത്സ്യമേഖലയുടെ ഡെവലപ്മെന്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. കേരളം വലിയൊരു തീരപ്രദേശമുള്ള കേരളത്തിന് അത് ബാധകമല്ല. കേരളത്തിലെ പാവം മത്സ്യത്തൊഴിലാളികൾക്ക് അത് കിട്ടില്ല. അതേപോലെ തന്നെ ഈ ബജറ്റിന്റെ തുടർന്നുള്ള MSMEകളുടെ പ്രാധാന്യം ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കേരളത്തിലെ MSMEകളെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ അകത്ത് ബജറ്റിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും ആനുകൂല്യങ്ങളിലും കേരളത്തിനെ ഒഴിവാക്കിയിട്ടുണ്ട്. കേരളം ഒഴിച്ച് ബാക്കിയുള്ളിടത്ത് അല്ല, കേരളത്തിന്റെ ആവശ്യം എന്താണെന്ന് കേരളം കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ട്. ഈ MP മാർ എല്ലാവരും ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് കേൾക്കാതെ നിങ്ങൾ തോന്നിയത് എന്തെങ്കിലും കൊടുത്തിട്ട് അവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അല്ല ഒരു കാര്യം ചെയ്യേ, അങ്ങനെയാണെങ്കിൽ ഇത് വേണ്ടാന്ന് പറഞ്ഞേരെ. ആ ഇൻകം ടാക്സ് റിബേറ്റിന്റെ ഒരു പ്രധാന ഉപഭോക്താവ് താങ്കളും കൂടിയായിരിക്കും. ഇപ്പൊ താങ്കൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ആ ലാഭം കിട്ടുന്ന കാശ് എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണം എന്നായിരിക്കും ലാലു ഇപ്പൊ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. അതുവിടെ അല്ലല്ല, ആ ചിന്തയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഉള്ള ഒരു പ്രതീക്ഷ അതാണ്. ശ്രീ കെ രാധാകൃഷ്ണൻ, താങ്കൾക്ക് പോകാൻ സമയമായെന്ന് എനിക്കറിയാം. അവസാനമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ആദായ നികുതിയുടെ ഒരു വലിയ പ്രഖ്യാപനം, 8 ബഡ്ജറ്റ് അവതരിപ്പിച്ച നിർമ്മലാ സീതാരാമൻ 8 പ്രാവശ്യവും പറഞ്ഞതിനകത്തൊക്കെ ഇതുപോലത്തെ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ പലതും നമ്മൾ പിന്നീട് ഗുണകരമായി രാജ്യത്തിന് മാറുന്നതൊന്നും കാണുന്നില്ല. ഇതും അതുപോലെ തന്നെയാണോ? ഇതിൻ്റെ വിശദാംശത്തിലേക്ക് പോകാനുള്ള സമയമില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ബഡ്ജറ്റ് പ്രപ്പോസൽസ് എത്ര കണ്ട് നടപ്പിലാക്കിയെന്നൊക്കെ പിന്നീട് പരിശോധിക്കണ്ട, ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കണ്ട. ഒരു ചെറിയ കാര്യം പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം കോർപ്പറേറ്റ് ഇൻഷുറൻസിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് 15,864 കോടി രൂപയാണ്. ഈ ബഡ്ജറ്റിൽ അത് മാറ്റിവെച്ചിരിക്കുന്നത് കേവലം 12,242 കോടിയാണ്. കർഷകരെ സഹായിക്കാനാണെങ്കിൽ കഴിഞ്ഞ വർഷം വെച്ച ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ തുക വയ്ക്കുന്നില്ല. അതുപോലെ പാവപ്പെട്ടവർക്ക് LPG കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം മാറ്റിവെച്ച തുക 12,700 കോടി രൂപയാണ്. അത് 25-26 വർഷത്തിലേക്ക് 9,100 കോടി രൂപയായിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. അതുപോലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ വർഷം മാറ്റിവെച്ചത് 86,000 കോടി രൂപയാണ്. ഈ വർഷവും സെയിം എമൗണ്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രാമീണ മേഖലയിലെ ജനതയ്ക്ക് തൊഴിലും വരുമാനവും ആർജിച്ച് അവർ സമൂഹത്തിൽ മുന്നോട്ട് വരുന്നത് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവർ മിഡിൽ ക്ലാസ്സിൻ്റെ ചെറിയൊരു വിഭാഗം, 2% വരുന്ന മിഡിൽ ക്ലാസ്സിനെ കുറച്ച് ടാക്സ് എക്സംപ്ഷൻ കൊടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രൊപ്പഗൻഡയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം വരുന്ന ജനതയെയും അവഗണിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമാണ് നമ്മൾ കൊടുക്കുന്നത്. കേരളം കൊടുക്കുന്നതാണ്. കേരളം എല്ലാ ജനവിഭാഗത്തിനും മുന്നോട്ട് വരാൻ വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഒരു കുടുംബത്തിലെ ഉള്ളവനോ ഇല്ലവനോ എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല, കേരളത്തിലെ മുഴുവൻ ജനതയെയും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ ശ്രമമല്ല നടത്തുന്നത്. കേരളത്തിൻ്റെ വികസന രംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. സാമൂഹ്യക്ഷേമ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത് എല്ലാ രംഗങ്ങളും മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്തെ സഹായിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര ഭരണകക്ഷിയായിട്ടുള്ള ആ ആളുകളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വ്യക്തമാക്കിയത്. അവർ കേരളത്തെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണുള്ളത്. അതാണ് കെ രാധാകൃഷ്ണൻ താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത്. വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചേർന്നതിന്. ഇനി അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ് ചേരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് വസന്ത് സിറിയൊക്കെ കോൺഗ്രസ് പ്രതിനിധിയുണ്ട്. താങ്കൾ നേരത്തെ കേട്ടില്ല ഞാൻ ചോദിച്ചത് വസന്ത്. കേരളത്തോടുള്ള ഈ അവഹേളനം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ കെ രാധാകൃഷ്ണൻ മാത്രമാണ് ഇവിടെ അതിന് മറുപടി പറയേണ്ട ആൾ. ബാക്കി എല്ലാവരും കേരളത്തിൽ എതിരാണല്ലോ. ജയിച്ചവർ കെ രാധാകൃഷ്ണൻ മാത്രമാണല്ലോ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത് ഷാബു പ്രസാദ് നേരത്തെ. അതായത് വസന്ത്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ അവരുടെ കൂടെ ഉണ്ടെന്നൊരു പ്രതീക്ഷയാണ്. കേരളത്തെ അവഹേളിച്ച ഈ ബഡ്ജറ്റിനൊപ്പം ഉണ്ടോ നിങ്ങൾ? അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് ശ്രീ ഷാബു പ്രസാദിന്റെ സ്വപ്നം. നോക്കൂ, ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഇതൊരു ബീഹാർ ബഡ്ജറ്റാണ്. ബീഹാർ എന്ന് 4 തവണ പറഞ്ഞ ശ്രീമതി സീതാരാമൻ ഒരു തവണയെങ്കിലും കേരളം എന്നല്ല മറ്റൊരു സംസ്ഥാനത്തിന്റെയും പേര് പറഞ്ഞില്ല, സ്വന്തം സംസ്ഥാനത്തിന്റെ പേര് പോലും പറഞ്ഞില്ല. ബീഹാറിൽ ഈ താമരമൊട്ടിൽ നിന്ന് കഷായം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി മുതൽ വിമാനത്താവളം വരെ ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരു സംസ്ഥാനത്തും വൻകിട പദ്ധതികൾ, ചെറുകിട പദ്ധതികൾ ഒന്നും പറഞ്ഞില്ല. കേരളത്തിലടക്കം. കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ യൂത്ത് പോപ്പുലേഷൻ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. സ്വാഭാവികമായും കേന്ദ്രം അല്ലെങ്കിൽ സംസ്ഥാനം അടക്കമുള്ള ഗവൺമെന്റ് ഇന്റർവെന്റഡ് ആയിട്ടുള്ള ഫാക്ടറികൾ, വൻകിട പ്രൊജക്ടുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവയൊക്കെ വന്നാൽ മാത്രമാണ് ഇവിടുത്തെ നമ്മുടെ യൂത്ത് പോപ്പുലേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തൊഴിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ എന്നോണം ഈ ബഡ്ജറ്റിലും കേരളത്തോടും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടും വലിയ അവഗണന അവരുടെ ഭാഗത്ത് നിന്നുണ്ട്. അത് അവരുടെ പൊളിറ്റിക്സ് ആണ്. പക്ഷേ
നോക്കൂ, അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും ഈ ബഡ്ജറ്റിൽ ഒന്നും കൊടുക്കാൻ ശ്രീമതി സീതാരാമന് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? 2 കാര്യങ്ങളാണ് ഈ ബഡ്ജറ്റ് മുമ്പോട്ട് വെച്ചത്. ഒന്ന്, ബീഹാറിന് വേണ്ടി വാരിക്കോരി കൊടുത്തു. ഇല്ലെങ്കിൽ നിതീഷ് കുമാർ ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിപ്പോയാൽ, പണ്ട് നമ്മൾ പറയുന്നത് പോലെ ചായ കുടിക്കാൻ ഇറങ്ങിപ്പോയാൽ ഈ സർക്കാർ താഴെ വീഴും. നിതീഷ് കുമാറിന്റെ മുഖം ഒന്ന് കറുത്താൽ, ഒന്ന് വാടിയാൽ ഈ സർക്കാർ താഴെ വീടുമെന്നുള്ള ഭയം അവരെ അധികരിച്ചിരിക്കുന്നു. 2, ഈ ടാക്സ് സ്ലാബ് വർദ്ധിപ്പിച്ചല്ലോ, അത് വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഷാഹു പ്രസാദ് ഡോക്ടർ ലാലിനോട് പറഞ്ഞല്ലോ, അങ്ങ് അതിന്റെ ലാഭത്തിൽ നിന്ന് എവിടെയോ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇരിക്കുന്നു എന്നൊക്കെ. പക്ഷേ നോക്കൂ, ടാക്സ് സ്ലാബ് വർദ്ധിപ്പിച്ച എന്തിനാണ്? അതായത് 7 ലക്ഷം ആയിരുന്ന ടാക്സ് സ്ലാബ് 8 ലക്ഷം കൂടി കൂട്ടി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചത് ഒന്നാമതായി അത് അശാസ്ത്രീയമാണ്, അത് ശരിയുമല്ല എന്ന അഭിപ്രായക്കാരാണ് ഞാനും. ഈ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ഈ 10 ലക്ഷം ടാക്സ് സ്ലാബ് കുറച്ച് കൂട്ടിയതിൽ 12 ലക്ഷത്തിലേക്ക് എത്തിച്ചതിൽ ഒരുപക്ഷെ ഗുണം കിട്ടുന്ന ഒരാളാണ്. പക്ഷേ അത് അശാസ്ത്രീയമാണ് സാമ്പത്തികപരമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, പറയുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്തുകൊണ്ടാണ് അത് വർദ്ധിപ്പിക്കുന്നത്? അതൊരു വോട്ട് ബാങ്കിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ്. ഡൽഹിയിൽ കൂടുതലും തൊഴിൽ ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ടാക്സ് സ്ലാബ് ഈ 7-നും 12-നും ഇടയിലാണ്. അവർക്ക് ഗുണകരമാകുന്ന ഒരു പദ്ധതി ഗുണകരമാകുന്ന ഒരു തീരുമാനം എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഡൽഹി പിടിക്കാനും, നേരത്തെ ഡോക്ടർ ലാൽ പറഞ്ഞതുപോലെ തന്നെ ബീഹാറിൽ പലതവണ ചാടിക്കടിച്ച നിതീഷിനെയും ആ നിതീഷിനൊപ്പമുള്ള BJPയെയും അവിടുത്തെ ജനങ്ങൾ തൂത്തുകളയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ, അല്ല നോക്കൂ, നിതീഷ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതൊക്കെ കിട്ടി എന്ന് കാണിച്ചുകൊണ്ട് വീണ്ടും അധികാരം പങ്കിടാനും പിടിച്ചെടുക്കാനുമുള്ള ശ്രമമാണ്. അതായത് ഒരു കേന്ദ്ര ബഡ്ജറ്റിനെ ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇലക്ഷൻ ബഡ്ജറ്റ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും പ്രത്യേകമായി ഇലക്ഷൻ നടക്കുന്ന 2 സംസ്ഥാനങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു ബഡ്ജറ്റ്, പണ്ട് റെയിൽവേ ബഡ്ജറ്റ് ഉള്ളതുപോലെ ഡൽഹി ബീഹാർ ബഡ്ജറ്റ് എന്ന് പേരിട്ടാൽ ഈ ബഡ്ജറ്റിനെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. ശരി വസന്ത്, ഞാൻ വരാം. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാറിലേക്ക് ഒന്ന് പോകണം, ഷാബു പ്രസാദിലേക്ക് ഒരു 2 മിനിറ്റ് പോകണം, എന്നിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം ഒരു 3 മിനിറ്റ്. ശ്രീ അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഈ ആദായ നികുതി കൊടുക്കുന്ന കാര്യത്തിൽ അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിലാണ് ഷാബു പ്രസാദ് ഉൾപ്പെടെയുള്ളവർ വലിയ ആശ്വാസം കാണുന്നത്. കേരളത്തിലുള്ളവർ കണ്ടില്ലേ, നിങ്ങൾക്ക് വരെ പ്രയോജനമെന്ന് എന്നോട് ചോദിക്കുന്നു. വസന്ത് നേരത്തെ പറയുന്ന കേട്ടോ, അവർക്കും പ്രയോജനമുണ്ടെന്ന്. ഈ പ്രതികരിക്കുന്ന ആളുകൾ, മീഡിയയിലൊക്കെ വരുന്ന ആളുകൾ, ഇവർക്കൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ 2-3% വരുന്ന ആളാണല്ലോ, ഇവർക്കൊക്കെ പ്രയോജനമുണ്ട്. ആ പ്രയോജനം BJPക്ക് ഒരു തരത്തിൽ ഈ പ്രചരണാർത്ഥത്തിൽ ഗുണം ചെയ്യുന്ന ഒന്നാണെന്ന് കണ്ടുകൊണ്ടുള്ള ഒരു തരം പ്രഖ്യാപനം എന്നതിനപ്പുറം ഇത് രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾക്ക്, കർഷകർക്ക്, തൊഴിലാളികൾക്ക്, ഇനി ചെറുകിട കച്ചവടം ചെയ്യുന്ന ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഗുണം ചെയ്യുന്ന എന്തെങ്കിലും ആണ് എന്ന് ഈ ബഡ്ജറ്റ് നോക്കി കാണാൻ പറ്റുമോ? ഇവിടെ മറ്റൊന്നും പറയാൻ അവസരമില്ലാത്തത് കൊണ്ട് BJP കേന്ദ്രീകരിക്കുന്നത് ആദായ നികുതിയുടെ ഈ പരിധിയിലുണ്ടായിട്ടുള്ള വർധനവിൻ്റെ കാര്യം മാത്രമാണ് അവർ അവരുടെ ബജറ്റിൻ്റെ ഒരു നേട്ടമായിട്ട് ചിത്രീകരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 12 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മാസം 1 ലക്ഷം രൂപ. അതായത് മറ്റെല്ലാ ദൈനംദിന ചെലവും കഴിഞ്ഞ് ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് 1 ലക്ഷം രൂപയോ അതിലധികമോ ഉള്ള എത്ര പേരുണ്ട് ഇവിടെ? ഇൻകം ടാക്സ് കൊടുക്കുന്ന ഈ രാജ്യത്തെ ജനസംഖ്യയുടെ ശതമാനം വെറും 2%. 98% ഇൻകം ടാക്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളാണ്. അപ്പോൾ ആ 2% തന്നെ 1 ലക്ഷം രൂപയിലധികം മറ്റെല്ലാ ചെലവുകളും കഴിഞ്ഞ് ടാക്സബിളായി കൊടുക്കാൻ ശേഷിയുള്ളവർ അതിൽ വളരെ ചെറിയ ശതമാനമേ വരുള്ളൂ. ഈ 2% തന്നെ ഒരു ചെറിയ ഭാഗം മാത്രമേ വരൂ. അവർക്ക് ഗുണകരമായേക്കാം. പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞ് ഈ ബജറ്റ് വലിയ എല്ലാവർക്കും ഗുണകരമാണെന്ന് ചിത്രീകരിക്കുന്നതിനെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? ഇപ്പോൾ ഇന്ന് എത്ര മോശമായിട്ടുള്ള പരാമർശമാണ് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? പിന്നോക്കമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ കേരളത്തിൻ്റെ കാര്യം പരിഗണിക്കാം എന്ന് കേന്ദ്രമന്ത്രി പറയുക. ദേശീയ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്നലെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു. ദേശീയ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ സുസ്ഥിര വികസന സൂചികയിലും മാനവ വിഭവ സൂചികയിലും ഈ കേരളം ഏറ്റവും ഒന്നാമതാണെന്ന് കേന്ദ്രം കണ്ടെത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളും മറ്റെല്ലാ മേഖലയിലും കേരളം ഏറ്റവും ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒന്നാമതെത്തിയത് നമുക്ക് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവസരങ്ങളും നിഷേധിക്കാനുള്ള ഒരു സാഹചര്യമായി കേന്ദ്ര ഗവൺമെന്റ് കണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾ സ്വയം പറയണം നമ്മൾ പിന്നോക്കാവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞാൽ ഈ മലയാളികളോട് ആകെ മാപ്പ് പറയേണ്ട സാഹചര്യമല്ലേ നമ്മുടെ മുന്നിലുള്ളത്? എല്ലാം പോട്ടെ, പ്രധാനമന്ത്രി തന്നെ
ഈ ഓഗസ്റ്റ് മാസം 10-ാം തീയതി കേരളത്തിൽ വന്ന് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ 3ാമതായ വയനാട് സന്ദർശിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പുകളും ദുരന്ത മേഖലയും എല്ലാം സന്ദർശിച്ച് ഞങ്ങൾ കേരളത്തോടൊപ്പം ഉണ്ട്, ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 17-ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കൊടുത്തു. ഈ നാടിനെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് ഏകദേശം 6 മാസമായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. വയനാടിന് വേണ്ടി ഒരു നയാ പൈസ ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് തന്നോ? നമുക്ക് 2 തവണ 145 കോടി രൂപ വീതം തന്നു, അത് വയനാട്ടിനാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ? കഴിഞ്ഞ വർഷം ബജറ്റ് അലോക്കേഷന്റെ ഭാഗമായിട്ടും ധനകാര്യ കമ്മീഷന്റെ ശുപാർശയുമായി ബന്ധപ്പെട്ടുകൊണ്ടും 14 ജില്ലകളിൽ വിവിധ രൂപത്തിലുള്ള പ്രകൃതി ദുരന്തം നടക്കുമ്പോൾ കൊടുക്കേണ്ട തുകയായിട്ട് അനുവദിച്ച 290 കോടി രൂപയല്ലാതെ വയനാടിന്റെ പേരിൽ ഒരു നയാ പൈസ പോലും തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ ബജറ്റിൽ വയനാടിനൊരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാകും എന്ന് നമ്മളെല്ലാം ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരുന്നത്. ഒരു പൈസ പോലും തന്നില്ലെന്നല്ല, കേരളം എന്ന വാക്ക് ഈ ബജറ്റിലില്ല, വയനാട് എന്നൊരു വാക്ക് പോലും ഉച്ചരിച്ചില്ല. ഇന്ത്യ കണ്ട പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും വലുതിൽ 3ാമതായ വയനാട്, ആ വാക്ക് പോലും ഉച്ചരിച്ചില്ലെന്ന് പറയുമ്പോൾ എത്ര ധിക്കാരപരമായിട്ടുള്ള, എത്ര നമ്മളെ ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. വിഴിഞ്ഞം നമുക്കറിയാം, ഒരു ഇന്റർനാഷണൽ തുറമുഖം എന്ന രൂപത്തിൽ ലോകത്തിന് മാതൃകയായി 2045-ൽ പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞത് 2025 ആയപ്പോഴേക്കും പ്രധാനപ്പെട്ട പണി പൂർത്തീകരിച്ച് ഇന്റർനാഷണൽ കപ്പൽ ശാഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ റൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 11 നോട്ടിക്കൽ കിലോമീറ്റർ തൊട്ടടുത്തുള്ള ഈ തുറമുഖം, ആ തുറമുഖത്തിനും ഒരു 5000 കോടി രൂപയുടെ പാക്കേജ് നമ്മൾ ആവശ്യപ്പെടുകയും പ്രതീക്ഷിച്ചിരുന്നു. ഒരു വാക്കുപോലുമില്ല. അതുപോലെ തന്നെ വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1000 കോടി രൂപയുടെ പാക്കേജ് ഒന്നുമില്ലെന്ന് മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതി അടക്കം ഏറ്റവും സാധാരണക്കാരന്റെ കയ്യിലേക്ക് പണം വരുന്ന പദ്ധതികളിൽ പോലും കഴിഞ്ഞ തവണ വെട്ടിക്കുറച്ചത് പോലും പുനഃസ്ഥാപിക്കാൻ തയ്യാറായിട്ടില്ല. സാധാരണക്കാരന്റെ കയ്യിലേക്ക് പണം വന്നാലല്ലേ അത് വിപണിയിൽ പല രൂപത്തിൽ മുടക്കപ്പെടൂ, സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയം ചംക്രമണം നടക്കുകയുള്ളൂ, ആ പണം വീണ്ടും വീണ്ടും ചക്രമണം നടത്തി സാമ്പത്തിക മേഖല ഉത്തേജിക്കുകയുള്ളൂ. അത്തരത്തിൽ ഒരു നിലപാടും സ്വീകരിക്കാതെ ഇവിടെ 2% ജനങ്ങൾ ആദായ നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഏറ്റവും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് കിട്ടുന്ന ഗുണത്തെ അങ്ങ് ഊതി വീർപ്പിച്ച് ഇതാണ് ഈ ബഡ്ജറ്റിന്റെ പ്രത്യേകത, ഈ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ പ്രയോജനം എന്ന് പറയുമ്പോൾ 98% ആളുകൾ ഇതിന് പുറത്താണ് എന്നിട്ട് പറയുകയാണ്. എന്നിട്ട് കേരളത്തിൽ നിന്ന് അവിടെ പോയി കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ആൾ പറയുകയാണ്, മാധ്യമങ്ങളോട് പറയുകയാണ്, ഇത് എല്ലാത്തിനും പിന്നിലാണ് ഞങ്ങൾ ഇതിന് പുറകിലാണ്, വിദ്യാഭ്യാസത്തിന് പുറകിലാണ്, റോഡില്ല ഞങ്ങൾക്ക്, അതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യവും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ നോക്കി കമ്മീഷനൊക്കെ പോയി അന്വേഷിച്ചിട്ട് പറയാം, റിപ്പോർട്ട് കൊടുക്കും, എന്നിട്ട് തരാം എന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറയുന്നത്. ഷാബു പ്രസാദ്, ഞങ്ങൾക്ക് മനസ്സില്ല ഞങ്ങൾ പിന്നിലാണെന്ന് പറയാൻ എന്നാണിപ്പോൾ KS അരുൺകുമാർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നാളെ മുതൽ ഈ റോഡിൽ എല്ലാവരും ഇറങ്ങുകയാണ് എന്നാണ് KS അരുൺകുമാർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ പറയില്ല, ഞങ്ങൾ പിന്നിലാണെന്ന് പറയില്ല എന്നാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കി ഓരോരുത്തരും പറയും ഞങ്ങൾ പിന്നിലല്ല എന്ന്. നിങ്ങൾ പറയുവോ പറയാതിരിക്കുകയോ തലയും കുത്തി നിൽക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യും, അഹങ്കാരമാണ്. ഇവിടെ ഇതൊന്നും ഈ പറഞ്ഞ പോലെ ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സർക്കാരിന്റെയും മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ എന്ത് കാര്യവും അവിടുന്ന് ചെയ്യാൻ കഴിയൂ. അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, നിങ്ങൾ പറഞ്ഞാലും ശരി, മുഖത്ത് നോക്കിയാലും ശരി, നോക്കിയില്ലെങ്കിലും ശരി, എന്ത് തലകുത്തി മറിഞ്ഞാലും അത് അങ്ങനെയേ നടക്കും. ബഡ്ജറ്റിൽ ബീഹാറിന് കൊടുക്കാൻ മാനദണ്ഡമുണ്ട്, കേരളത്തിന്റെ പേര് പറയാൻ മാനദണ്ഡമില്ല. നിങ്ങളെ ജയിപ്പിച്ചു വിട്ട ഒരാളെയാണ് BJP നിന്നും ഒരാളെ ജയിപ്പിച്ചു വിട്ടു. BJPയും നിങ്ങളും ഒരുപോലെയാണ് ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം പാർലമെന്റില്. നിങ്ങൾ കിടന്ന് ഈ ബഹളം വെച്ചിട്ട് എന്താ ഉണ്ടായത്? ഇനിയും ഇവിടെ അരുൺകുമാർ പറഞ്ഞല്ലോ, അരുൺകുമാർ പറഞ്ഞു, ഇതിനു മുമ്പ് വസന്ത് സിറിയക്കും പറഞ്ഞു, ഈ ബജറ്റില് ഈ രീതിയിലുള്ള റോഡുകൾക്ക് വേണ്ടി പ്രത്യേക പൈസ, അല്ലെങ്കിൽ റെയിൽവേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സമഗ്രമായ പദ്ധതികൾ മാത്രമാണ്, രാജ്യത്തിനെ മുഴുവനും ബാധിക്കുന്ന പദ്ധതികൾ മാത്രമാണ് അവിടെ പ്രഖ്യാപിച്ചത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബീഹാറില് താമരവിത്ത് പോഷകാഹാരമാക്കി മാറ്റുന്ന മക്കാന ബോർഡ് രാജ്യത്തിന് മുഴുവൻ ബാധിക്കുന്ന കാര്യം അല്ലേ? അവിടെ പറയുന്നത് പറഞ്ഞോളൂ. അവിടെ ഈ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഈ ബീഹാറിൽ പാറ്റ്നയിൽ തുടങ്ങാൻ പോകുന്നത് രാജ്യത്തിന് മുഴുവൻ വേണ്ടി, വയനാട്ടിന് വേണ്ടി. ബീഹാർ എന്ന് പറയുന്നത് ഒരു പിന്നോക്ക സംസ്ഥാനമാണ് സർ.
ആ പിന്നോക്ക സംസ്ഥാനത്തിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പിന്നോക്ക സംസ്ഥാനത്തിന് സ്പെഷ്യൽ പാക്കേജുകൾ ഉണ്ടാകും. ആ പിന്നോക്ക സംസ്ഥാനത്തിന് കിട്ടുന്ന സ്പെഷ്യൽ പാക്കേജുകൾ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് വേണ്ട, പറയുന്നതിന്റെ കേരളത്തിന് അർത്ഥമില്ല. അവകാശപ്പെട്ടത് മതി. അത്രേ കേരളത്തിന് ഉള്ളൂ. അവകാശപ്പെട്ടത് മതി. ബീഹാറിന് കൊടുക്കുന്നതൊന്നും വേണ്ട. കേരളത്തിന് ആവശ്യമുള്ളത് മതി. നിങ്ങളുടെ അവകാശങ്ങൾ ഒരിക്കൽ 24,000 കോടി കൊണ്ടുപോവാ, 24,000 കോടി രൂപ കൊണ്ടുപോവാ, 50,000 കോടി രൂപ, 56,000 കോടി കൊണ്ടുപോവാ, ഇതൊക്കെ പറയും നിങ്ങൾ. അതൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ ഇരുന്ന് വിളിക്കാന്നുള്ളതല്ലാതെ നിങ്ങൾ ഈ പറയുമ്പോ കൊണ്ടുവരാൻ എന്തിനാണ്? ഒരു ശവമടക്കിന് 95,000 രൂപ ഒരു എന്ന് പറയുന്ന ആ സുരേഷ് ഗോപിയെ പോലും അപമാനിച്ചില്ലേ എയിംസിന്റെ കാര്യത്തിൽ? നിങ്ങൾ എയിംസ് കൊടുത്തോ? അപമാനം അങ്ങനെ സഹിച്ചോളും. പക്ഷെ അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂരുകാരുടെ അപമാനം എങ്ങനെയാണ്? അതാര് സഹിക്കും? തൃശ്ശൂരുകാരുടെ അപമാനം ആര് സഹിക്കും? അത് തൃശ്ശൂരുകാരും സഹിച്ചോളും. ഇനി നിങ്ങൾക്ക് അത്ര നിങ്ങൾ പറയുന്നത് തൃശ്ശൂരുകാരോട് പോയി പറയും, അത്രയും മനസ്സിലായി. അല്ലാതെ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബജറ്റ് വന്നു കഴിഞ്ഞു, ആകപ്പാടെ സമനില നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് പറയണോ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഇവിടെ കിടന്ന് ബഹളം വെക്കുകയാണ്. ഇപ്പൊ ഒരു കാര്യം സംബന്ധിച്ചല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ, എന്തായാലും ഡൽഹി ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയാണ് ഈ ആദായ നികുതിയുടെ സ്ലാബിൻ്റെ അകത്ത് പരിധി ഇപ്പൊ ഉയർത്തിയത്. ഒരു കാര്യമുണ്ട്, ആ ഡൽഹിയിലുള്ള മുഴുവൻ, ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊണാട്ട് പ്ലേസും അല്ലെങ്കിൽ പാർലമെന്റും അടങ്ങുന്ന ആ ലൂട്ടൈൻ സർക്കിൾ മാത്രമല്ല സാർ. ഡൽഹി എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ സ്ഥലമാണ്. ആ ഡൽഹിയിലെ വോട്ടർമാർ മുഴുവനും ഈ ഇൻകം ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടുന്നവരാണോ? ഈ പറഞ്ഞ 2% ഉള്ളൂ അവിടെ, അല്ലെങ്കിൽ ഒരു 3% കാണും, അത്ര തന്നെ ഉള്ളൂ. അതായത് ഈ ഇൻകം ടാക്സ് സ്ലാബ് മാറ്റിയതിന്റെ ബെനിഫിറ്റ് അത് BJPക്ക് കിട്ടാൻ പോകുന്നില്ല അവിടെ. അതുകൊണ്ട് മാത്രം ഇതിലിപ്പോ ഏതിന്റെ ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? കിട്ടാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പാറ്റ്നയിലെ വിമാനത്താവളവും അവിടെയുള്ള മക്കാന ബോർഡും അവിടെ കൊടുത്ത ചില യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിലും ബീഹാറിന് കൊടുത്ത ചില പ്രഖ്യാപനങ്ങൾ, അതിന്റെ പുറത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്ന ലാഭം, അതിനപ്പുറം ഒന്നുമില്ല. 1.25 മണിക്കൂറിൽ ഒന്ന് തീർത്തു വിട്ടു, അത്രേ ഉള്ളൂ ബഡ്ജറ്റ്. പിന്നെ അതെ അവിടെ പാറ്റ്നയിൽ ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ട് വരുമ്പം ബീഹാറിലെ ജനങ്ങൾ മുഴുവനും അങ്ങോട്ട് അതിന്റെ പേരിൽ അങ്ങ് വോട്ട് ചെയ്തോളൂ. വിവരക്കേടൊക്കെ പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. നിങ്ങളുടെ സമത നഷ്ടപ്പെട്ടിരിക്കുക എന്നുള്ളത് ഇത് എങ്ങനെയാണ് രാജ്യത്തിന് ഗുണകരമാകുന്നത് പറയുന്നത്? ഇത് രാജ്യത്തിന് ഗുണകരമാകുന്ന ഒരു സാമ്പത്തിക പത്രികയായിട്ട് നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാം, അല്ലാതെ കിടന്ന് ഗോകുവ വിളിക്കുക. ഒറ്റ മിനിറ്റ് താങ്കൾ പറയൂ. എനിക്കും വേറെ പണിയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നതാണ് ഈ നമ്മുടെ എക്കണോമിയുടെ ഏറ്റവും വലിയ ചാലക ശക്തി എന്ന് പറയുന്നത്. ഇവിടുത്തെ മിഡിൽ ക്ലാസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 45 കോടിയാണ്. 45 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കയിലെയും യൂറോപ്പിലെയും ജനസംഖ്യയേക്കാൾ അധികമാണ്. ലാലേ പ്ലീസ്, ആ ജനങ്ങളാണ്, ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ജനങ്ങളാണ് ഇവിടുത്തെ എക്കണോമിയെ മുമ്പോട്ട് നയിക്കുന്നത്. അവർ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് മാർക്കറ്റ് നീങ്ങുന്നത്, അതിനനുസരിച്ചാണ് രാജ്യത്തെ ബിസിനസ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരുന്നത്, അതിനനുസരിച്ചാണ് ഇവിടെ തൊഴിലവസരങ്ങൾ വളരുന്നത്. അങ്ങനെ വലിയ ഒരു ചെയിൻ റിയാക്ഷനാണ് അതിൽ കൂടെ ഉണ്ടാകുന്നത്. അതായത് മിഡിൽ ക്ലാസിന്റെ കയ്യിലേക്ക് പണം വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫാർ റീച്ചിങ് ആണ്, പോസിറ്റീവ്. അത് രാജ്യത്തെ മുഴുവനും നിർമ്മാണ, കയറ്റുമതി, ആ രീതിയിലുള്ള മേഖലകളെ മുഴുവനും ഉണർത്താൻ ഈ മിഡിൽ ക്ലാസിനെ ഒരു മിനിറ്റിൽ കൂടുതൽ ഞാൻ താങ്കൾക്ക് പറഞ്ഞത് ഇതാണ്. ശ്രീ ജോർജ് ജോസഫ് 1 മിനിറ്റിൽ കൂടുതൽ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, മിഡിൽ ക്ലാസിൻ്റെ കണക്ക് പറഞ്ഞു, അവർക്ക് പർച്ചേസിംഗ് പവർ വർദ്ധിക്കുമ്പോൾ ഈ രാജ്യം എങ്ങനെ ഗുണകരമാകാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇതിനൊക്കെയുള്ള എന്തെങ്കിലും കാര്യം ഈ ബഡ്ജറ്റിൽ ഉണ്ടോ അദ്ദേഹം ഈ പറയുന്ന കാര്യത്തിന്? അല്ല, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഡോക്ടർ ലാലിനെ സമ്മതിക്കണം. കാരണം ഇത്രയും നേരം ഇത്തരം ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അപാരമായിട്ടുള്ളൊരു കഴിവ് വേണം. അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ ഇത്തരം ജൽപ്പനങ്ങൾ കേന്ദ്രമന്ത്രിയും മറ്റാളുകൾ വന്നിരിക്കുന്ന ജൽപ്പനങ്ങൾക്ക് വേണ്ടി
ഇത്രയധികം സമയം പാഴാക്കി കളയുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ഈ കേരളത്തിൽ ഇതുമാത്രം പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് പിന്നെ പോട്ടെ, കേന്ദ്രമന്ത്രി പറഞ്ഞതിൻ്റെ ആ ഒരു പൊസിഷൻ്റെ പേരിൽ പറഞ്ഞു എന്ന് വയ്ക്കാം. ലാൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നാളെ പത്രങ്ങളും മാധ്യമങ്ങളും ഇപ്പോൾ തന്നെ എല്ലാവരും ആഘോഷിക്കുന്ന കാര്യം എന്താ? ഈ ഇൻകം ടാക്സിൻ്റെ ബെനിഫിറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരൊറ്റ പോയിന്റിലേക്ക്, അവസാനത്തെ വരിയിൽ ആ ഒരൊറ്റ പോയിന്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എല്ലാവരുടെ അറ്റൻഷൻ അതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ബാക്കിയുള്ള രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള, ഇപ്പോൾ കർഷക പ്രക്ഷോഭം നടക്കട്ടെ, എത്ര നാളായി ഈ പ്രക്ഷോഭം ഗവൺമെൻറ് മുമ്പിലില്ലേ? ഈ താങ്ങുവിലയ്ക്ക് പരിരക്ഷ നൽകണമെന്നുള്ള ആവശ്യമുണ്ടല്ലോ. ബഡ്ജറ്റ് എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു ബഡ്ജറ്റിൻ്റെ പൊസിഷൻ പറഞ്ഞിരിക്കുന്നത്? എന്തെങ്കിലും ഒരു രീതിയിൽ കർഷകരുടെ ഇത് ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കുക, 47 ലക്ഷം കോടി രൂപയുടെ എക്സ്പെൻഡിച്ചറാണ് ഈ ബഡ്ജറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഗവൺമെൻറ് തന്നെ പറയുന്നത് എന്താ? 13 ലക്ഷത്തി ചില്ലാനും കോടി രൂപ ഞങ്ങൾ കടമെടുക്കും എന്ന് പറയുന്നു. അപ്പോൾ ഈ 47 ലക്ഷം കോടി രൂപ എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര ശതമാനം വരുന്നു? 20% വരെയാണ്. ആ 20% കേന്ദ്ര സർക്കാർ കടമെടുക്കാൻ പോവുകയാണ്. ആ സമയത്താണ് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം 3% എന്നുള്ള നിബന്ധനയുടെ പേരിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ഞെരുക്കി നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് 4.8% പറയുന്നത്. അപ്പോഴും സംസ്ഥാനങ്ങളോട് പറയണം നിങ്ങളുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് 3% താഴെ വരുത്തണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു രീതിയിലും സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ് എതിരായിട്ടുള്ള പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള അവഹേളനപരമായ സമീപനം സ്വീകരിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. അതിനെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് നാളെ നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ പൂർണ്ണമായിട്ടും പറയാൻ പോകുന്ന കാര്യം, നികുതിദായകർക്ക് ഇൻകം ടാക്സ് വലിയ ഇളവ് വന്നിരിക്കുന്നു എന്നുള്ളൊരു പ്രഘോഷണമായിരിക്കും ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ ഈ ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ 8 തവണ അവതരിപ്പിച്ച ബഡ്ജറ്റിലും ഒന്നും തന്നെ ഇല്ല. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ബഡ്ജറ്റിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? കർഷകരുടെ വരുമാനം 2022-23 ഇരട്ടിയാക്കും. എവിടെയാണ് കർഷകരുടെ വരുമാനം ഇരട്ടിയായത്? കർഷകരുടെ അവസ്ഥ എന്താണ് രാജ്യത്തെ? കർഷകരുടെ സ്ഥിതി എന്താണ്? ആ കർഷകർ ഇന്നും പ്രക്ഷോഭത്തിൻ്റെ പാതയിൽ തന്നെയാണ്. അവർ ഡൽഹി വിട്ട് പോകുന്നില്ല, വലിയ സമരങ്ങൾ നടക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുക. അതുപോലെ പണപ്പെരുപ്പത്തെക്കുറിച്ചും ഭക്ഷ്യവളപ്പെരുപ്പത്തെക്കുറിച്ചും വിലക്കയറ്റത്തെക്കുറിച്ചും ഒക്കെ ഈ വലിയ വാചകവടി നമ്മുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്താണ് വിലക്കയറ്റത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഒരു സമീപനം? അതൊക്കെ അറിയാനല്ലേ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയുമായി യാതൊരു തരത്തിലും അതിന്റെ പ്രതിഫലനം ഇല്ലാത്ത ഒരു ബന്ധമില്ലാത്ത എന്നാണ് ഞാൻ വരാം. ശ്രീ ജോർജ് ജോസഫ്, ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് വസന്ത്, ഈ പറയുന്ന കാര്യങ്ങളിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിന് പ്രതികരിക്കാനുള്ള സമയം ഈ ബഡ്ജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പ്രതികരണം ഇത് പോരാ എന്ന് നേരത്തെ ശ്രീ കെ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. നാളെ മുതൽ ഏത് രീതിയിലാണ് ജനങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് കെ എസ് അരുൺകുമാർ നേരത്തെ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്ത് തന്നെ ബീഹാർ ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഇതിനകത്ത് അവകാശപ്പെടാൻ ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബീഹാറിനാണ് എന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുമാണ്. എങ്ങനെയാണ് അതിനുള്ള പ്രതികരണം, രാഷ്ട്രീയ പ്രതികരണം ഇനി ഉണ്ടാകാൻ പോകുന്നത്? അന്ന് ഇന്ന് തന്നെ കണ്ടല്ലോ, പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോരുന്നത് ഇതൊരു ബീഹാർ ഡൽഹി ബഡ്ജറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കേരളത്തിന്റെ പ്രശ്നം സ്വാഭാവികമായും കേരളത്തിൽ നിന്നുള്ള എംപിമാർ ലോക്സഭയിലും അതിന് പുറത്തും ഉന്നയിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. ബീഹാറിനും ഡൽഹിക്കും അപ്പുറത്ത് ഉള്ള എല്ലാ സംസ്ഥാനത്തെയും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇതൊരു സ്പെഷ്യൽ ഇലക്ഷൻ ബഡ്ജറ്റാണ് എന്ന വാദം ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമെന്ന് കൃത്യമായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ശിവപ്രസാദ് പറയാണ് എന്താണ് ഒരു 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 ക്യാപ്സ്യൂൾ, അതായത് ബീഹാർ ഒരു പിന്നോക്ക സംസ്ഥാനമാണ്, അപ്പോൾ സ്പെഷ്യൽ ബഡ്ജറ്റ് ഉണ്ടാവും, സ്പെഷ്യൽ കെയർ, സ്പെഷ്യൽ പ്രൊജക്ടുകൾ ഉണ്ടാവും. സ്പെഷ്യൽ ബഡ്ജറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് നോക്കാം. ഇനി പിന്നോക്ക സംസ്ഥാനം ബീഹാർ മാത്രമാണോ ശിവപ്രസാദെ? എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ സർക്കാർ തന്നെ ചില സംസ്ഥാനങ്ങളെ പിന്നോക്ക സംസ്ഥാനമാക്കി പറഞ്ഞിട്ടുണ്ട്. ഏതാ? ഒന്ന് ഉത്തരാഞ്ചലിൽ ഭരിക്കുന്നത് പുഷ്കർ സിംഗ് ദ്വാമി, നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. രണ്ടാമത് ഒറീസ, മോഹൻ സിംഗ് മാൻജി, നിങ്ങളുടെ മുഖ്യമന്ത്രി. മൂന്നാമത് രാജസ്ഥാൻ, ബഹൻലാൽ ശർമ്മ, നിങ്ങളുടെ മുഖ്യമന്ത്രി. ഈ 3 സംസ്ഥാനങ്ങളും ഈ നിങ്ങൾ ഈ പറയുന്ന എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പിൽ, അതായത് പിന്നോക്ക സംസ്ഥാനങ്ങളിൽ പെടുന്നതാ.
അവിടെ ഒരു മുട്ടായി കമ്പനി തുടങ്ങാനെങ്കിലും, ഒരു പല്ലി മിഠായി കമ്പനി തുടങ്ങാനെങ്കിലും നിങ്ങളുടെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സംസ്ഥാനത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിമാർ താമരചിഹ്നത്തിൽ ജയിച്ചു വന്ന BJP നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, അങ്ങനെയുള്ള പിന്നോക്ക സംസ്ഥാനങ്ങളിൽ ഒരു മിഠായി കമ്പനി, ഇവിടെ ഒരു തീപ്പെട്ടി കമ്പനി തുടങ്ങാനുള്ള പദ്ധതി പോലും പ്രഖ്യാപിക്കാതെ നിതീഷ് കുമാർ കണ്ണൂരിട്ടുന്നിടത്ത് പേടിച്ച്, നിങ്ങൾ ഈ 52 ഇഞ്ചിന്റെ നെഞ്ചളവുണ്ടല്ലോ, അത് പേടിച്ച് വിറച്ചത് കൊണ്ടാണ് ഈ സർക്കാർ എങ്ങാനും താഴെ പോയാൽ 2025 RSSന് 100ാം വാർഷികം ആഘോഷിക്കാൻ എന്ത് ചെയ്യുമെന്നുള്ള ഭയമുള്ളത് കൊണ്ടാണ് ഈ സർക്കാർ താഴെ പോയാൽ ഇത്രയും കാലം പ്രതിപക്ഷത്തെ വേട്ടയാടിയതല്ല എല്ലാം ബൂമറാങ്ങായി നിങ്ങളുടെ തലയ്ക്ക് തന്നെ തിരിച്ചു വരുമോ എന്നുള്ള ഭയം കൊണ്ടാണ് നിങ്ങൾ നിതീഷ് കുമാറിന് വേണ്ടി ബഡ്ജറ്റ് എഴുതി തയ്യാറാക്കിയ. ഞാൻ സംശയിക്കുകയാണ്, ശ്രീമതി നിർമ്മലാ സീതാരാമൻ ടാബ്ലറ്റിലാണ് ഇത് കൊണ്ടുവന്നത്, അതുകൊണ്ട് എഴുതിയ പേപ്പർ കൊടുത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ വല്ലതും വൈകിട്ട് ഈ നമ്മുടെ നിതീഷ് കുമാർ മെയിൽ അയച്ചു കൊടുത്തത് അതേപടി അവർ ഡൗൺലോഡ് ചെയ്ത് വായിച്ചതാണോ എന്നുള്ള സംശയം സ്വാഭാവികമായും ബഡ്ജറ്റ് കേൾക്കുന്ന എല്ലാവർക്കുമുണ്ട്. ഇനി ശ്രീ ഡോക്ടർ ലാലിന്റെ സംശയത്തിലേക്ക് നോക്കൂ. കോൺഗ്രസിന്റെ ഈ ബഡ്ജറ്റുമായിട്ടുള്ള നയം, ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട നയം പാർലമെന്ററി പാർട്ടി വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ വരും ദിവസങ്ങളിൽ, നാളെ മുതൽ തന്നെ, ഇന്ന് ആ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. അത് കോൺഗ്രസ് മാത്രമല്ല, അതിൽ CPM ഉണ്ട്, CPI ഉണ്ട്, വിവിധ ദൾ പാർട്ടികളുണ്ട്, സോഷ്യലിസ്റ്റിക് പാർട്ടികളുണ്ട്, ആം ആദ്മി പാർട്ടിയുണ്ട്, വിവിധ പാർട്ടികൾ. ഇന്ത്യ മുന്നണി ഒന്നാകെ ഇന്ന് സഭ വിട്ട് വെളിയിലേക്ക് വന്നു. വരും ദിവസങ്ങളിൽ എല്ലാ പാർട്ടികളെയും ഒന്നിപ്പിച്ചുകൊണ്ട്, എല്ലാ സംസ്ഥാനത്തെയും വിവിധ MPമാരുടെ ആവശ്യങ്ങളെ ഉന്നയിച്ചുകൊണ്ട്, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അണിനിരത്തിക്കൊണ്ട് സമരത്തിലേക്ക്. ശരി, അത് ദേശീയ ലെവലിലാണ് നടക്കുന്നത്. പക്ഷേ അതേസമയം കേരളത്തിൽ കുറച്ചുകൂടി ശക്തമായ കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അത് അവസാന റൗണ്ടിൽ നമുക്ക് ഒന്നുകൂടി അന്വേഷിക്കാം. KS അരുൺകുമാർ, ഇപ്പോൾ വിഴിഞ്ഞത്തിനില്ല, വയനാടിനില്ല, 25 ലക്ഷം കോടി ആണ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത്. അതിലൊരു 40,000 കോടി പോലും കേരളത്തിന് വരുന്നില്ല. ഇതൊക്കെയാണ് അവസ്ഥ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ BJP പ്രതീക്ഷിക്കുന്നത് പോലെ കേരളം പിന്നിലായിക്കോളും എന്നതാകും പ്രതീക്ഷ. ഇവിടെ കേരളം 100 രൂപ ചെലവാക്കുമ്പോൾ അതിൽ 63 രൂപ കേരളം സ്വയമായി കണ്ടെത്തുന്നതാണ്. മറ്റ് ദേശീയ ശരാശരിയാണെങ്കിൽ 100 രൂപ ദേശീയ തലത്തിൽ ചെലവാക്കുമ്പോൾ അതിൽ 53 രൂപ ആണ് ദേശീയ ശരാശരി. പക്ഷേ ചില സംസ്ഥാനങ്ങൾക്ക് വലിയ വ്യത്യാസം തന്നെയുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിനെതിരെ വലിയ സാമ്പത്തിക ഉപരോധവും കേരളത്തിന് കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യങ്ങളുമെല്ലാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണുകയാണ്. അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടവും നിയമപരമായിട്ടുള്ള പോരാട്ടവും നടത്തുമ്പോൾ നികുതി വരുമാനം കാര്യക്ഷമമാക്കിയും മറ്റു മേഖലകളിൽ നിന്നെല്ലാം പരമാവധി ധനസമാഹരണം നടത്തിയാണ് കേരളം ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അർഹതപ്പെട്ടത് കേരളത്തിന് തരണ്ടേ? ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നമ്മൾ ഇത്ര കാര്യമായി പറയുമ്പോൾ ഹൈക്കോടതി തന്നെ ഇടപെട്ട് പറഞ്ഞില്ലേ കേരളത്തിന് എന്തെങ്കിലും കൊടുക്ക്. അപ്പോൾ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചത്. അവസാനം കൃത്യമായി ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം 14 ജില്ലകൾക്കും കൊടുക്കേണ്ട തുകയാണ് തന്നത്. അത് കമ്മിറ്റഡ് എമൗണ്ട് ആണ് എന്ന് ബോധ്യപ്പെട്ടു. അതിനിടയിലാണ് ഹെലികോപ്റ്റർ വന്ന സാധാരണക്കാരെ രക്ഷിച്ചതിന് വരെ കൂലി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതെല്ലാം കോടതിയുടെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും വിധേയമായി. ഇപ്പോൾ ഒരു രംഗത്തും കേരളത്തിന് അർഹതപ്പെട്ടത് തരുന്നില്ല, പുതിയ പാക്കേജുകളൊന്നും തരുന്നില്ല, പുതിയ പദ്ധതികൾ തരുന്നില്ല. വിഴിഞ്ഞമടക്കം ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തുറമുഖങ്ങൾക്ക് പോലും ഒരു തരത്തിലും ഒരു ആനുകൂല്യവുമില്ല. ഇപ്പോൾ ഞാൻ MP ആയാൽ എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എത്ര ഗീർവാണം വിട്ട ആളാണ് സുരേഷ് ഗോപി. മന്ത്രിയായപ്പോൾ എന്തായിരുന്നു? ഇപ്പോൾ അദ്ദേഹം എവിടെയാണ്? കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നല്ലോ. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരും, സംരംഭം കൊണ്ടുവരും എന്നെല്ലാം പറഞ്ഞിരുന്നല്ലോ. റെയിൽവേ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി 3ാമതും 4ാമതും ഒരു പാളത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളെല്ലാം നടക്കുമ്പോൾ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നല്ലോ. ഇവരാരും ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, കേരളത്തെ അപമാനിക്കാൻ കേന്ദ്ര മന്ത്രി തന്നെ ഉപയോഗിച്ച വാക്കുകൾ, അത്ര നിശ്ചിതമായിട്ടുള്ള വിമർശനം ഓരോ മലയാളിയുടെ ഭാഗത്തുനിന്നും സാധാരണക്കാരന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്ന കാഴ്ച നാം കാണുകയാണ്. അതുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ പറയുന്നു, ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറയുവാനും ഞങ്ങൾ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ് നുണ പറയാനും ഞങ്ങൾ തയ്യാറല്ല. മാനവ വിഭവ സൂചികയിലും അതുപോലെ സുസ്ഥിര വികസന സൂചികയിലും കേരളത്തിന്റെ നേട്ടങ്ങൾ കൂടുതൽ നേട്ടത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്തി ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ഏറ്റവും ശക്തമായിട്ട് ഇടപെട്ട് കേരളം മുന്നോട്ട് തന്നെ പോകും. ഈ അവഗണനയ്ക്കെതിരെ ജനങ്ങളെ അണിനിരത്തി അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തും. എത്ര അവഗണിച്ചാലും ഈ കേരളത്തെ തകർക്കാൻ
ഇവിടെ സാധിക്കില്ല എന്ന് മലയാളികളാണ്, ഉറക്കെ പ്രഖ്യാപിക്കും. കേരളത്തിന് വേണ്ടി നിൽക്കേണ്ടവരാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ തോന്നുന്നുണ്ടാകും കേരളത്തിന് കുറച്ചുകൂടി വാങ്ങിക്കൊടുത്തേക്കാമെന്ന്. അവസരമുണ്ട്. പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാലും ഇനിയും തിരുത്താം, അതിനുള്ള അവസരങ്ങളുണ്ട്. ചെയ്തുകൂടെ ഇനിയുള്ള ദിവസങ്ങളിൽ? അതോ കേരളം അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ്? അല്ല, ഇവിടുന്ന് കുറെ പേരെ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ടല്ലോ അവിടെ. അവര് ചോദിക്കട്ടെ, അവര് കൃത്യമായിട്ട് ചോദിക്കട്ടെ. ഇവിടുന്ന് ഈ ചോദ്യങ്ങളൊന്നും പോരാ. ഇനി അവിടെ ചെന്ന് നിങ്ങളൊക്കെ കാണുന്ന രീതിയിൽ മുട്ടുമടക്കി ഒന്ന് കുനിഞ്ഞ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കണോ? ഇത് പോരെ? അത് എനിക്കറിയില്ല. അത് മുട്ടുമടക്കി ശീലമുള്ളവർക്കും സ്ഥിരമായിട്ട് മുട്ടുമടക്കി നിൽക്കുന്നവർക്കും കാണുന്നിടത്തൊക്കെ പോയി, ഇപ്പൊ കോൺഗ്രസ് സോണിയാഗാന്ധിയുടെ അടുക്കളപ്പുറത്ത് പോയി വിറക് വിട്ടുകയും വെള്ളം കോരിയും മുട്ടിലെഴുകയും ചെയ്യുന്നവർക്ക് മുട്ടുമടക്കി നിന്നായിരിക്കും ശീലം. അതുകൊണ്ട് കാണുന്നിടത്തെല്ലാം അല്ല, ഈ ബഡ്ജറ്റ് മുഴുവൻ നിതീഷ് കുമാറിന്റെ അടുക്കളപ്പുറത്ത് പോയി മുട്ടുമടക്കി നിന്നത് പോലെയാണെന്നാണ് പറയുന്നത്. ഇപ്പോ നിതീഷ് കുമാറിന്റെ അടുക്കളപ്പുറത്ത് പോയി മുട്ടുമടക്കി നിന്നത് പോലെയാണെന്നാണ് പറയുന്നത്. അതെ. എന്തായാലും ഈ കോൺഗ്രസിന്റെ ഔദാര്യത്തിലാണല്ലോ ഒരു 3 പേര് കേരളത്തിൽ നിന്ന് ഉള്ള ഒരെണ്ണം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ഇവരുടെ അടുത്ത് പോയി വിറക് വെട്ടിയും വെള്ളം കോരിയും ഇവരുടെ ഔദാര്യം അവര് ചവച്ചു തൂപ്പിയ സാധനം എടുത്ത് മൃഷ്ടാനം ഭുജിച്ചുകൊണ്ടാണല്ലോ 3 അവിടെ ഇരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും. വേറെ ഒന്നും വേണ്ട ലാലേ. കേരളത്തിലെ സർക്കാരും ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ MP-മാരും അവരുടെ പണി കൃത്യമായിട്ട് അങ്ങ് എടുത്താൽ മതി. അവരുടെ കൃത്യമായി ചെയ്യേണ്ട രീതിയിൽ ഇവിടെ ഈ അഹങ്കാരത്തിന്റെ ഭാഷയ്ക്ക് മലയാളി അതിശക്തമായിട്ട് തന്നെ പ്രതികരിക്കും, അതിശക്തമായിട്ടുള്ള മറുപടി കൊടുക്കും. എത്ര അഹങ്കാരത്തിന്റെ ഭാഷയാണ് ഭരണാധികാരികളും BJP നേതാക്കന്മാരും പറയുന്നത്. നിങ്ങൾ അർഹിക്കുന്നതാണ് മിസ്റ്റർ അരുൺ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ അർഹിക്കുന്ന മറുപടി നിങ്ങൾ ഇവിടെ പ്രതികരിക്കുമ്പോൾ ഈ കൈരളി ചാനൽ അല്ലല്ല, നിങ്ങളല്ല, നമ്മൾ കേരളം. എന്താണോ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനവാരിതം രംഗം. കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. ഈ കേരളം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അവജ്ഞ? എന്തിനാണ്? കേരളം ഒറ്റക്കെട്ടായി കേരളത്തിന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി പണത്തിന്റെ വിഹിതം കേരളത്തിന് അർഹതപ്പെട്ടത് നേടിയെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ രാഷ്ട്രീയ ബാധിച്ച് കേരളത്തെ ഉറ്റിക്കൊടുക്കുകയാണ്. അതിനെതിരെ ജനങ്ങൾ അതിശക്തമായിട്ട് തന്നെ പ്രതികരിക്കും. നിങ്ങൾ ഇവിടെ കടന്ന് 24 മണിക്കൂറും കടന്ന് അയ്യോ തന്നില്ല. അല്ല, നിങ്ങൾ കണക്കാക്കേണ്ട. ഈ കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന തരത്തിൽ ഇത്ര നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോ നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായിട്ടുള്ള മറുപടി നൽകും. അഹങ്കാരത്തിന്റെ ഭാഷ പറഞ്ഞ് ഈ കേരളത്തെ ഉറ്റിക്കൊടുക്കുകയാണ്, കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുകയാണ്. ശരി, എനിക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. ശ്രീ ജോർജ് ജോസഫ് എന്നോട് ക്ഷമിക്കുക. ഈ അഹങ്കാരത്തിന്റെ ഭാഷയ്ക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്ന് അറിയാം ഒരു കേരളീയൻ എന്നുള്ള നിലയ്ക്ക്. പക്ഷേ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഇത് കേരളം മുന്നോട്ട് നേടിയെടുത്ത പുരോഗതികളൊക്കെ ഞങ്ങൾക്ക് പുരോഗതിയേ അല്ല, ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ പിന്നിലാണ്, ഈ രാജ്യത്ത് ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനം ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ 1 നിൽക്കുന്ന കേരളം അങ്ങനെ യാചിച്ചാൽ നിങ്ങൾക്ക് തരാമെന്ന് പറയുന്ന BJP നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ, അവരോട് എന്താണ് നമുക്ക് പറയാനാകുക? ഏത് രീതിയിലാണ് അവരോട് പ്രതികരിക്കുക എന്നതാണ് കേരളം ഇപ്പോൾ മുതൽ ചോദിക്കുന്ന രാഷ്ട്രീയ ചോദ്യം. അതിനുള്ള ഉത്തരമാണ് ഓരോ രാഷ്ട്രീയ കക്ഷികളും ഇനി പറയേണ്ടത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ശ്രീ K രാധാകൃഷ്ണൻ MP, വസന്ത് സിറിയക്ക്, ഷാബു പ്രസാദ്, ജോർജ് ജോസഫ്. ന്യൂസ് അവസാനിക്കുകയാണ്.